സാധാരണ ക്രിസ്മസിന് നമ്മൾ എന്താണ് ആശംസിക്കാറുള്ളത്? ആയുസ്സും ആരോഗ്യവും സമാധാനവും ഒക്കെയല്ലേ. എന്നാൽ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് ഇത്തവണ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകാനുള്ളത് അല്പം വ്യത്യസ്തമായ ഒരു ആശംസയാണ്. ക്രിസ്മസ് സന്ദേശത്തിനിടയിൽ പുടിന്റെ മരണം തന്നെ അങ്ങ് പ്രാർത്ഥിച്ചു കളഞ്ഞു സെലൻസ്കി. കേട്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടോ? സംഭവം സത്യമാണ്. ഇതിപ്പോ ശരിക്കും ഒരു വല്ലാത്ത ആശംസയായി പോയി എന്ന് പറയാതെ വയ്യ. ക്രിസ്മസ് രാവിൽ സെലൻസ്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഈ വിവാദ പരാമർശമുള്ളത്. പുതിന്റെ പേര് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാവർക്കും വേണ്ടി നമുക്കൊരാഗ്രഹമുണ്ട്, അവൻ മരിക്കട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരും പറയുന്നത്. അത് എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ എന്ന് സെലൻസ്കി തുറന്നടിച്ചു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ല മുഴുത്ത പ്രാക്ക്. യുദ്ധം കാരണം രാജ്യം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കിടയിൽ തന്റെ ജനതയുടെ മനസ്സിലിരിപ്പാണ് ഇതെന്നാണ് സെലൻസ്കിയുടെ വാദം. അത് താൻ ഏറ്റുപറഞ്ഞു എന്ന് മാത്രം. എന്നാൽ ഒരു രാജ്യത്തലവൻ മറ്റൊരു രാജ്യത്തലവനെ കുറിച്ച് പരസ്യമായി ഇത്തരം ഒരു മരണം ആശംസിക്കുന്നത് നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. സമാധാനം പറയേണ്ട നാവ് കൊണ്ട് തന്നെ മരണം ആശംസിക്കുന്ന സെലൻസ്കിയുടെ ഈ ഒരു ശൈലി അല്ലെങ്കിൽ ഈ ഒരു രീതി സോഷ്യൽ മീഡിയയിലും ട്രോളുകൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. സെലൻസ്കി ഇങ്ങനെ പ്രകോപിതനാകാൻ കാരണമുണ്ട്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിലും റഷ്യ ഉക്രൈനിൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ശക്തമായ ആക്രമണം തുടർന്നിരുന്നു. ഇത് ദൈവത്തിന് നിരക്കാത്ത ആക്രമണമാണെന്നാണ് സെലൻസ്കി വിശേഷിപ്പിച്ചത്. എന്നാൽ ഇതിന് മറുപടിയായി ഉക്രൈൻ വഴങ്ങാത്തിടത്തോളം കാലം തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുമെന്ന കർശന നിലപാടിലാണ് മോസ്കോ. അതായത് സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും ഇരുപക്ഷവും ചെറിയ കാര്യങ്ങൾക്ക് പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് ചുരുക്കം. ഇതേ പ്രസംഗത്തിൽ തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു 20 ദിന പദ്ധതിയും സെലൻസ്കി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഡോൺബാസ് മേഖലയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും പകരം റഷ്യയും പിന്മാറണമെന്നും ആ പ്രദേശം അന്താരാഷ്ട്ര നിരീക്ഷണത്തിലാക്കണമെന്നുമാണ് സെലൻസ്കിയുടെ ആവശ്യം. സത്യത്തിൽ റഷ്യ ഇതിനോടകം പിടിച്ചെടുത്ത ലുഹാൻസ്ക്, ഡൊണറ്റ്സ്ക് മേഖലകൾ വിട്ടുകൊടുക്കണമെന്ന് പുതിൻ നിർബന്ധം പിടിക്കുമ്പോഴാണ് സെലൻസ്കി ഈ പുതിയ കണ്ടീഷനുകൾ വയ്ക്കുന്നതെന്ന് ഓർക്കണം. എന്തായാലും സമാധാന ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും പുതിനെതിരെയുള്ള സെലൻസ്കിയുടെ ഈ കടുത്ത പരാമർശം റഷ്യയെ ഒട്ടും സന്തോഷിപ്പിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. മരണം ആശംസിച്ചുകൊണ്ട് എങ്ങനെ സമാധാനം സ്ഥാപിക്കുമെന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. പുതിൻ ഇതിനെ എങ്ങനെ മറുപടി നൽകും എന്നതാണ് ഇനി അറിയേണ്ടത്. ഒരുപക്ഷെ സെലൻസ്കിയുടെ ഈ ക്രിസ്മസ് ആഗ്രഹം വെറും ആഗ്രഹമായി തന്നെ അവശേഷിക്കാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.